ഹായ് ഗൈസ്, I'm Coach Afiq. നമ്മളിന്നിവിടെ ഒരു സീറോ കുക്കിംഗ് ഡയറ്റ് പരിചയപ്പെടുത്താൻ പോവാണ്. അതായത് ഓഫീസ് ജോബൊക്കെ ഉള്ളവർക്കൊക്കെ കുക്ക് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം എന്നെപ്പോലത്തെ നമ്മളെ പ്രവാസികൾക്ക്, എസ്പെഷ്യലി പ്രവാസികൾക്കൊക്കെ ജോലി ടൈം ചില ആൾക്കാർക്ക് 12 മണിക്കൂറും 10 മണിക്കൂറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുക്ക് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുക്കൊന്നും ചെയ്യാണ്ട് തന്നെ എങ്ങനെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം, എങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും എളുപ്പത്തിൽ, എന്തൊക്കെ സാധനങ്ങൾ കഴിച്ചുകൊണ്ട് കുറയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ ഇന്ന് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് ഞാൻ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു മാസം കൊണ്ട് 10 കിലോ ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, വളരെ എളുപ്പത്തിൽ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡയറ്റിൻ്റെ കൂടെ തന്നെ നടക്കാൻ പറ്റുമെങ്കിൽ വാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ 10-30 മിനിറ്റ് ഡെയിലി വാക്ക് ചെയ്യുക. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ പലർക്കും ജിമ്മിലും ഇതോടെ ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവും. അപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഡെയിലി പറ്റുകയാണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് നിങ്ങളൊന്ന് പുറത്തോ എവിടെയാണെങ്കിലും ഒരു 10-30 മിനിറ്റ് വാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഓക്കെ, സോ അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഡയറ്റ് എന്തൊക്കെ ചെയ്യണമെന്ന് പറയാൻ പോവാണ്. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഡയറ്റാണ് ഈ സീറോ കുക്കിങ്. നമുക്ക് ജിമ്മിൽ തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട്, അങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതേപോലെ ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും അല്ലാത്ത ഒരു ഡയറ്റ് പ്ലാൻ ആണ്, വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന കാര്യം, എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പാട് ഫസ്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, വാം വാട്ടർ കുടിക്കുക. അതിനുശേഷം ഒരു ഗ്ലാസ് ചുടുവെള്ളത്തിൽ ഒരു ലെമൺ പിഴിഞ്ഞിട്ട് അത് നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുക. ഓക്കെ, എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുക, ബെറ്റർ ആണ്, നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ അത് കഴിക്കുക. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് മീൽ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ 2 ഓപ്ഷനാണ് ഇവിടെ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ബ്രൗൺ ബ്രെഡ് എടുക്കുക. ഓക്കെ, 2 ബ്രൗൺ ബ്രെഡ് എടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ പീനട്ട് ബട്ടർ മേടിക്കുക. പീനട്ട് ബട്ടറിൽ ഒരേ ഒരു സ്പൂണ് നിങ്ങൾ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക, അതിൽ ചേർത്ത് കൊടുക്കുക, ഒറ്റൊരു സ്പൂൺ മതി. ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങളൊരു പഴം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു പഴം. ഓക്കെ, സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വെച്ചിട്ട് അങ്ങനെ കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റുമാണ്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് മീൽ, നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ബോള് ഫ്രൂട്ട്സ് ആണ്, ഒരു ബോൾ ഫ്രൂട്ട്സ്. ഓക്കെ, ഫ്രൂട്ട്സിൽ നിങ്ങൾ എന്തൊക്കെ ആഡ് ചെയ്യണം എന്ന് വെച്ചാൽ, ഒന്ന് ആപ്പിള്, ഒരു കുറച്ച് ആപ്പിള്, ചെറിയ കഷ്ണം ആപ്പിള്, പൈനാപ്പിള്, അതേപോലെ ബറീസ്, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, എന്തായാലും കുഴപ്പമില്ല, അതേപോലെ പോമോഗ്രാനൈറ്റ്, ഇതുകൂടെ ആഡ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, യോഗട്ട്, ഗ്രീക്ക് യോഗട്ട് കിട്ടും, യോഗട്ട്. ഓക്കെ, ഫാറ്റില്ലാത്ത ലോ ഫാറ്റ് യോഗട്ട് യൂസ് ചെയ്യുക, ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റുമാണ്. അത് 1 ബോൾ. ഞാൻ 2 ഓപ്ഷനാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഒന്ന്, നിങ്ങൾ ബ്രെഡ്, 2 ബ്രൗൺ ബ്രെഡിൻ്റെ കൂടെ ഒരു സ്പൂണ് പീനട്ട് ബട്ടറും ഒരു പഴം കൂടെ ആഡ് ചെയ്തിട്ട് അത് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് കഴിക്കുക. അതല്ലാതെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ബോള് ഫ്രൂട്ട്സ് ആണ്, ഫ്രൂട്ട്സിൻ്റെ കൂടെ യോഗട്ട് കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹൈ ഫൈബറും ഹൈ പ്രോട്ടീനും അന്നത്തേക്കുള്ള എനർജിക്കുള്ള കാർബ്സ് കൂടെ ഉള്ളതാണ്. നമ്മളെ ഹെൽത്തി മീലാണ് നമ്മളെ ഫസ്റ്റത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അടിപൊളി മീലാണ്. ഓക്കെ, ഹൈ ഫൈബറും ഹൈ പ്രോട്ടീനും എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇനി മിഡ് ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത്, മിഡ് ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഒരു കപ്പ് ഗ്രീൻ ടീ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ലെമൺ ടീ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കപ്പ് 1 ഗ്ലാസ് ലെമൺ വാട്ടർ ആയാലും ഓക്കെയാണ്. 3 ഓപ്ഷനാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, ഗ്രീൻ ടീ, ലെമൺ ടീ ഓർ ലെമൺ വാട്ടർ. ഓക്കെ, 3 ഓപ്ഷൻസാണ് ഉള്ളത്. അപ്പോൾ ഈ ഗ്രീൻ ടീ നിങ്ങൾക്ക് ലിപ്റ്റൺ ആയാലും കുഴപ്പമൊന്നുമില്ല, ഒരു നോ ഇഷ്യൂസ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് പറയുമ്പോൾ നമ്മളെ എത്ര മണിക്കൂർ ഗ്യാപ്പ് എന്ന് പറയുന്നത്, നിങ്ങളൊരു 3 മണിക്കൂർ ഗ്യാപ്പ് വെച്ചോളൂ, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഓവർ വിശപ്പൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 ഗ്രീൻ ആപ്പിൾ കൂടെ ആഡ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, ആപ്പിളോ ഗ്രീൻ ആപ്പിളോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അത്ര വിശപ്പ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, സോ ഇതാണ് നമ്മൾ മിഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമുക്ക് ലഞ്ചിലേക്ക് കിടക്കാം. സോ നമ്മളെ ലഞ്ചിൻ്റെ മുമ്പ്, അരമണിക്കൂർ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആപ്പിൾ സിഡർ വിനീഗർ മേടിക്കുക. നിങ്ങൾ ആപ്പിൾ സിഡർ വിനീഗർ മേടിക്കുക. അതിൽ ഒരു ഗ്ലാസ് ചുടുവെള്ളത്തിൽ, ഒരു ഗ്ലാസ്
ചുടുവെള്ളത്തിൽ 1 സ്പൂണ്, ഓക്കെ, 1 സ്പൂണ് നിങ്ങൾ മിക്സ് ചെയ്യുക. എന്നിട്ട് അരമണിക്കൂർ മുമ്പ് ലഞ്ചിന് അരമണിക്കൂർ മുമ്പ് നിങ്ങൾ കുടിക്കുക. കുടിക്കേണ്ട രീതി കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സ്ട്രോ ഉപയോഗിച്ചിട്ട് വേണം കുടിക്കാൻ, അങ്ങനെ കുടിക്കരുത്, പിന്നീട് ചിലപ്പോൾ നിങ്ങൾക്ക് ടീത്തിനൊക്കെ പ്രശ്നങ്ങൾ വരും. സോ നിങ്ങൾ സ്ട്രോ ഉപയോഗിച്ചിട്ട് അരമണിക്കൂർ മുമ്പ് നിങ്ങൾ അത് കുടിക്കുക. അതിന് ശേഷം വേണം, അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മളെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇനി ലഞ്ചിൽ ഞാൻ എന്തൊക്കെയാണ് ഇവിടെ 3 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. 3 ഓപ്ഷൻസ്. മാക്സിമം ഞാൻ പ്രോട്ടീനാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു 1 ബോൾ കടല ബോയിൽ ചെയ്തത്, ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സലാഡ് കൂടെ ആഡ് ചെയ്യാം. ലെറ്റ്യൂസ്, കുക്കുംബർ, ക്യാരറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, 1 ബോൾ കടല ബ്ലാക്ക് ചന ആയിക്കോട്ടെ, വൈറ്റ് ചന ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, അല്ലെങ്കിൽ ചെറുപയറായാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബനാന ഷേക്ക്. ഓക്കെ, ബനാന ഷേക്കിൽ നിങ്ങൾക്ക് ഒറ്റൊരു പഴം മതി. ഓക്കെ, ഒരേ ഒരു പഴം മതി. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ആഡ് ചെയ്യുക. കുറച്ച് ആൽമണ്ട്സും വാൽനട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, കുഴപ്പമില്ല. ഓക്കെ, ഒരു ഈത്തപ്പഴം, മധുരത്തിന് വേണ്ടി ഒരു ഈത്തപ്പഴം കൂടെ ആഡ് ചെയ്യുക. ഡേറ്റ്സ്, ഓക്കെ, അതുകൂടെ ആഡ് ചെയ്യുക. സോ നിങ്ങൾ ബനാന ഷേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ലോ ഫാറ്റിൽ അല്ലെങ്കിൽ ഫ്രീ ഫാറ്റ് മിൽക്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ആൽമണ്ട് മിൽക്ക്, ഓക്കെ, ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു രീതിയിൽ വേണം ബനാന ഷേക്ക് ഉണ്ടാക്കാൻ. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇനി ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 ബ്രെഡ്, ബ്രൗൺ ബ്രെഡും 1 സ്പൂണ് പീനട്ട് ബട്ടർ. ഓക്കെ, ഈ 3 ഓപ്ഷൻസ് ആണ് നമ്മുടെ ലഞ്ചിലുള്ളത്. അപ്പോൾ ലഞ്ചിൽ നിങ്ങൾക്ക് ഈ 3 ചോയ്സിൽ നിങ്ങൾക്ക് ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കടല ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം നിങ്ങൾ കടല ഉപയോഗിക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. നിങ്ങൾക്ക് അതിന് പറ്റുമെങ്കിൽ നിങ്ങൾ കടല ബോയിൽ ചെയ്തിട്ട് കൊണ്ടുപോകാൻ, നിങ്ങളെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ മാർഗ്ഗമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രൗൺ ബ്രെഡ്, അതല്ലാന്നുണ്ടെങ്കിൽ ഷേക്ക് അടിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയാലും ഓക്കെയാണ്. സോ ഇതാണ് നമ്മുടെ ലഞ്ച്. സോ നമുക്കിനി ഈവനിങ് സ്നാക്കിൽ സെയിം നമ്മൾ 1 കപ്പ് ഗ്രീൻ ടീ, അല്ലെങ്കിൽ 1 കപ്പ് ബ്ലാക്ക് കോഫി, അല്ലെങ്കിൽ 1 കപ്പ് ലെമൺ ടീ, ഈ 3-ൽ ഏതെങ്കിലും ഒരു ചോയ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നിങ്ങൾ ആൽമണ്ട്, ഒരു 5 ആൽമണ്ടും അതിൻ്റെ കൂടെ 2 വാൾനട്ട്സും. ഈ ആൽമണ്ട്സ് മാക്സിമം നിങ്ങൾ സോക്ക് ചെയ്ത് കഴിക്കുന്നതാണ് പെട്ടെന്ന് ഡൈജഷൻ ആവാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സോക്ക് ചെയ്ത് തന്നെ കഴിക്കുക, ഇനിയിപ്പോൾ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ 5 ആൽമണ്ട്സും 2 വാൾനട്ട്സും കൂടെ ഈ നിങ്ങൾക്ക് ബ്ലാക്ക് കോഫി, അല്ലെങ്കിൽ ഗ്രീൻ ടീ, അല്ലെങ്കിൽ ലെമൺ ടീ. ഇപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അധികം പേര്. മിൽക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും. ഇനി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫാറ്റ് ഫ്രീ അല്ലെങ്കിൽ ഫ്രീ ഫാറ്റൊക്കെ ലോ ഫാറ്റൊക്കെ ഉപയോഗിക്കുക മാക്സിമം. ഓക്കെ, അതേപോലെ മധുരം മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി കുറച്ച് മധുരം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. സോ ഇതാണ് നമ്മുടെ ഈവനിങ് സ്നാക്ക്. ഇനി നമുക്ക് ഡിന്നറിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെ ലാസ്റ്റത്തെ മീല് ഡിന്നറിൽ ഞാൻ 2 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഒന്ന് വെജിറ്റബിൾ സലാഡ്, അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പോമഗ്രാനൈറ്റ്സ്, പൈനാപ്പിൾ, ആപ്പിൾ, അതേപോലെ കിവി, പപ്പായ, ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ചെറിയൊരു ബോൾ മാത്രം മതി, ഒരുപാട് കഴിക്കാൻ പാടില്ല, ചെറിയൊരു ബോൾ. ഓക്കെ, വെജിറ്റബിൾസിൽ കുക്കുംബർ, ക്യാരറ്റ്, ലെറ്റ്യൂസ്, ബ്രൊക്കോളി, ബീൻസ്, അതേപോലെ ക്യാബേജ്, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതും ചെറിയൊരു ബോൾ മതി. മാക്സിമം ഉറങ്ങുന്നതിൻ്റെ ഒരു 1-1.5 മണിക്കൂർ, 2 മണിക്കൂർ മുമ്പാണ് പക്ഷേ ബെറ്റർ. ഇതിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾ ഓരോ മീൽസ്, അതായത് നിങ്ങൾ സലാഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കട്ട് ലെമൺ കൂടെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഫാറ്റ് ലോസ് ആവാൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ നടക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് 0 കുക്കിംഗ് ഡയറ്റാണ് ഞാനിവിടെ പറഞ്ഞത്. അത് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു ഡയറ്റാണ്. തീർച്ചയായും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് കൂടെ ചെയ്യണം. മാക്സിമം ഒരു 30 മിനിറ്റ് ഡെയിലി വാക്കിയാലും ചെയ്യുക. ജിമ്മിൽ പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക. മാക്സിമം വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ഓക്കെ, അപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് വെയിറ്റ് ലോസ് സംഭവിക്കും. ഞാൻ വെയിറ്റ് ലോസിന് അനുസരിച്ചുള്ള എല്ലാ
ഫുഡും എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറയുമ്പോൾ നല്ല പോലെ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഫുഡ് ഫോളോ ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക, എനിക്ക് മെസ്സേജ് അയക്കുക, പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, കോച്ച് ഷഫീഖ് എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID നെയിം. നിങ്ങൾ ഫോളോ ചെയ്യുക, അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് വിശദമായിട്ട്. ഓക്കെ, എൻ്റെ വക ഫുൾ സപ്പോർട്ട്. സോ സ്റ്റേ ട്യൂൺ.